ഹലോ, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മോരുകറി ഉണ്ടാക്കിയാൽ അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വറ്റൽമുളക്, 4 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കരിയാപ്പില, 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം. അതിന് വേണ്ടുന്ന മസാലകൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ജീരകം, കടുക്, പിന്നെ 2 കപ്പ് തൈര്, 1 കപ്പ് വെള്ളത്തിൽ മിക്സിയിൽ അടിച്ചെടുത്തത്, പിന്നെ ആവശ്യമായ ഉപ്പ്. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് ചെറിയ മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കാവുന്നതാണ്. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കരിയാപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ വറ്റൽമുളക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പച്ചമുളകും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർക്കാവുന്നതാണ്. മസാലകൾ ചേർക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ തീ ഓഫാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ മസാലകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർക്കാവുന്നതാണ്. മോര് ചേർക്കുമ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. മോര് തിളച്ച് പോകരുത്. മോരിനകത്തിന് ചെറിയ ആവി വരുമ്പോൾ ആ മോര് കറിയുടെ പാകമാകും. അത് നമുക്ക് പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാവുന്നതാണ്. വാങ്ങി വെച്ചില്ലെങ്കിൽ അടുപ്പിൽ തന്നെ ഇരുന്നാൽ ആ മോര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.